ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമായിരിക്കുന്ന, ആയുഷ്പര്യന്തം നമ്മെ വഴി നടത്തുവാനും ഈ ലോക ജീവിതത്തിന് ശേഷം തൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുവാനും മതിയായ നമ്മുടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും കുടുംബങ്ങൾക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങളെ സ്നേഹത്തോടെ അറിയിക്കട്ടെ. ഒരു നാൾ കൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരേണ്ടതിനായി ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. ദൈവത്തിൻ്റെ കരുണയെ ഓർക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മെയും നമുക്കുള്ളവരെയും ദൈവം സൂക്ഷിക്കുന്നതോർത്തും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് ബന്ധപ്പെടുന്നു. സൂര്യചന്ദ്ര നക്ഷത്രാദികളൊക്കെ ദൈവം സ്രഷ്ടാവ് അവയ്ക്ക് കൊടുത്ത അവസാന ലാപ്പിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അടുത്തതുകൊണ്ട് അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാം കാലമില്ലാത്ത കാലത്തിലേക്ക് കയറുവാൻ കാലം അടുത്തിരിക്കുന്നു. ആ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശിതമാകട്ടെ എന്നും ഞാൻ കർത്താവിനോട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. 15-ന്റെ 5 മുതൽ ഉള്ള വാക്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഒരിക്കൽ കൂടെ ആ വാക്യങ്ങൾ വായിച്ചാൽ. After this I looked, and the sanctuary of the tent of witness in heaven was opened, and out of the sanctuary came the 7 angels with 7 plagues, clothed in pure bright linen, with golden sashes around their chests. Should I continue till the end? Yeah, till last verse. And one of the 4 living creatures gave to the 7 angels 7 bowls full of the wrath of God who lives forever and ever. And the sanctuary was filled with smoke from the glory of God and from his power. And no one could enter the sanctuary until the 7 plagues of the 7 angels were finished. Thank you, Mane. നമ്മൾ ഇന്നലെ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് ചിന്തിക്കുകയുണ്ടായല്ലോ. സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരം, ടെന്റ് ഓഫ് ടെസ്റ്റിമണി, ഭൂമിയിലെ സമാഗമന കൂടാരത്തിനും ഉണ്ടായിരുന്ന ഒരു പേരാണ് ടെന്റ് ഓഫ് ടെസ്റ്റിമണി, സാക്ഷ്യ കൂടാരം എന്ന്. സാക്ഷ്യ കൂടാരം എന്ന അതിൻ്റെ ഓരോ പേരുകൾക്കും അതാതിൻ്റെ അർത്ഥങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ. സ്തോത്രം. ഇവിടെ സാക്ഷ്യ കൂടാരം എന്ന് പറയുന്നത് കൊണ്ട് കൽപ്പലകകളെ സാക്ഷ്യത്തിന്റെ പലകകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനം അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന ആ തിരുനിവാസം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് കൈകൊണ്ട് എഴുതിക്കൊടുത്ത 2 കൽപ്പലകകൾ ഇട്ടുവച്ച പെട്ടകമാണ്. അതിനെ സാക്ഷ്യപ്പെട്ടകം എന്നാണ് വിളിക്കുന്നത്. ദ ആർക്ക് ഓഫ് ടെസ്റ്റിമണി എന്നൊരു പേരും കൂടെ അതിനുണ്ട്.
അത് അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സാക്ഷ്യത്തിന്റെ പലകകളെന്ന് ആ രണ്ട് സ്റ്റോൺ ടാബ്ലറ്റ്സിനെ വിളിക്കാറുണ്ട്. സാക്ഷ്യത്തിന്റെ പലകകൾ, ടാബ്ലറ്റ്സ് ഓഫ് വിറ്റ്നസ്. അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. സാക്ഷ്യത്തിന്റെ കൂടാരമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, സാക്ഷ്യത്തിന്റെ കൂടാരം. കൽപ്പലകകളെ സാക്ഷ്യത്തിന്റെ പലകകൾ എന്ന് വിളിക്കുന്നു. കൽപ്പലകകൾ, 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ ഇട്ടുവച്ച പെട്ടകത്തെ സാക്ഷ്യത്തിന്റെ പെട്ടകം എന്ന് വിളിക്കുന്നു. ആ സാക്ഷ്യത്തിന്റെ പെട്ടകം വച്ചിരിക്കുന്ന കൂടാരത്തെ സാക്ഷ്യത്തിന്റെ കൂടാരമെന്ന് വിളിക്കുന്നു. So here in verse number 5 we see the tent of witness. And the key meaning or reason for tent of witness is the very stone tablets on which the 10 commandments are written by God's own fingers. ദൈവത്തിന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് ദൈവം എഴുതിയ സാക്ഷ്യത്തിന്റെ പലകകൾ നിമിത്തമാണ് അത് ഇരിക്കുന്ന കൂടാരത്തിന് സാക്ഷ്യകൂടാരം എന്ന് പേര് വരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ വചനം, ദൈവം എഴുതിക്കൊടുത്ത 10 കൽപ്പനകൾ അടങ്ങിയ ആ കൽപ്പലകകൾ ഉള്ള ഇടം എന്ന നിലയിലാണ് അതിനെ സാക്ഷ്യം എന്ന് വിളിക്കുന്നത്. നമുക്ക് ന്യായപ്രമാണത്തെയും നിന്റെ സാക്ഷ്യങ്ങൾ എന്ന് പല ആവർത്തി തിരുവെഴുത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. 119 സങ്കീർത്തനത്തിൽ തന്നെ ദൈവവചനത്തിന് കൊടുത്തിട്ടുള്ള 8-ലധികം പേരുകളുണ്ട്. അതിൽ ഒരു പേര് സാക്ഷ്യങ്ങൾ എന്നാണ്, സാക്ഷ്യങ്ങൾ എന്നാണ്. അപ്പം ദൈവം എഴുതിക്കൊടുത്ത, അല്ലെങ്കിൽ ദൈവം പറഞ്ഞുകൊടുത്ത, ദൈവം ഇസ്രയേലുമായിട്ട് ചെയ്ത പ്രമാണങ്ങളെ, സാക്ഷ്യങ്ങൾ. ജസ്റ്റ് ഒരു വാക്യം 119 സങ്കീർത്തനത്തിൽ പലയിടത്തുണ്ട്. 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. Psalm 119 verse 24. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദമാകുന്നു. ഒത്തിരി ഇടത്തുണ്ട് കേട്ടോ. സ്തോത്രം. ജസ്റ്റ് ഒരു സൂചന തന്നേ ഉള്ളൂ. ധാരാളം ഭാഗങ്ങളിൽ അങ്ങനെയുണ്ട്. മിക്കവാറും എല്ലാ ഖണ്ഡികകളിലും ഈ വചനത്തിന് കൊടുത്തിരിക്കുന്ന ഈ പേരുകളൊക്കെ ആവർത്തിക്കാറുണ്ട്. വചനം, കൽപ്പനകൾ, പിന്നെ ചട്ടങ്ങൾ, വിധികൾ, സാക്ഷ്യങ്ങൾ, പ്രമാണങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകൾ മിക്കവാറും എല്ലാ ഖണ്ഡികകളിലും ആവർത്തിക്കാറുണ്ട്. സ്തോത്രം. In Psalm number 119 we have 22 paragraphs as per the Hebrew alphabets. എബ്രായ അക്ഷരമാലയാണ് നമുക്ക് 119 സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നത്. എബ്രായ ബൈബിളിൽ ആദ്യത്തെ ഖണ്ഡിക മുഴുവനും 8 വാക്യങ്ങൾ, അത് മുഴുവനും അതിലെ ഓരോ സെന്റൻസും ഓരോ വാചകങ്ങളും ആരംഭിക്കുന്നത് ആലേവ് എന്ന അക്ഷരത്തിൽ നിന്ന്. പ്രാസം ഒപ്പിച്ച് പറയുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, വളരെ നമ്മുടെയൊക്കെ മിക്കവാറും പാട്ടുകളുമൊക്കെ അങ്ങനെയാണല്ലോ. ആയേലാണ് തുടങ്ങുന്നതെങ്കിൽ എല്ലാ 4 വരികളും ആ കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. ചിലപ്പോൾ തുടക്കത്തിലായിരിക്കും ആ പ്രാസം, ചിലപ്പോൾ ഒടുവിലായിരിക്കും. അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന വളരെ എന്താണ് പറയുന്നത്, സാഹിത്യ ശ്രേഷ്ഠതയിൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 119. അതിൻ്റെ ക്രമമനുസരിച്ചാണ് ഓരോ അക്ഷരങ്ങളും
കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ 22 ഖണ്ഡികകളിലും വചനത്തിന് കൊടുക്കുന്ന വിവിധ പേരുകളുണ്ട്. പ്രധാനമായുമുള്ള 5-8 പേരുകളുണ്ട്. അതെല്ലാം ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. അതിലൊന്നാണ് ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് 10 കൽപ്പനകളെയും ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് എഴുതിയ കൽപ്പലകകളെ സാക്ഷ്യത്തിന്റെ പലകകൾ എന്ന് വിളിക്കുന്നത്. അതിട്ടുവെച്ച പെട്ടകത്തെ സാക്ഷ്യത്തിന്റെ പെട്ടകം എന്ന് വിളിക്കുന്നത്. ആ പെട്ടകം ഇരിക്കുന്ന കൂടാരത്തെ സാക്ഷ്യകൂടാരം എന്ന് വിളിക്കുന്നത്. വളരെ ലളിതമായി മനസ്സിലായി കാണുമല്ലോ. കൂടാതെ അതിനെ സാക്ഷ്യം എന്ന് വിളിക്കുവാനുള്ള കാരണം ദൈവം ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന, ദൈവം തൻ്റെ ആളത്വത്തെയും സ്വഭാവത്തെയും ഇഷ്ടാനിഷ്ടങ്ങളെയും എല്ലാം വെളിപ്പെടുത്തുന്ന ഒരിടമാണ് ദൈവത്തിന്റെ വചനം. ഇറ്റ് ഈസ് called witness because God manifests himself in and through the word, even through the first written decalogues, 10 commandments. So God reveals himself, his person, his being, his will, his likes, dislikes, everything, his characteristics. So God is witnessing to the people through his word. ദൈവം തൻ്റെ വചനത്തിലൂടെ ജനത്തോട് തന്നെ പറ്റി സാക്ഷീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സാക്ഷ്യമെന്ന്, വചനത്തെ സാക്ഷ്യമെന്ന്, ദൈവകൽപ്പനകളെ ദൈവത്തിന്റെ സാക്ഷി എന്ന് വിളിക്കുന്നത്. സ്തോത്രം. സാക്ഷ്യം എന്ന് വിളിക്കുന്നത്. ആ കൂടാരത്തിൽ ദൈവം സമയാസമയങ്ങളിൽ മോശയെയും ഇസ്രായേൽ മക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ദൈവം അവരോട് സംസാരിക്കുമായിരുന്നു. ആ സംസാരത്തിലും ആ ഇടപെടലിലും ആ ഇന്റർവെൻഷനിലും ദൈവം തന്നെ വെളിപ്പെടുത്തുകയും തനിക്ക് തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് അതിന്റെ പേര് സാക്ഷ്യത്തിന്റെ പെട്ടകം, സാക്ഷ്യത്തിന്റെ കൽപ്പനകൾ, കൽപ്പലകകൾ. നമ്മുടെ ദൈവത്തിന്റെ വചനത്തെയും നമുക്ക് ദൈവത്തിന്റെ സാക്ഷ്യം എന്ന് വിളിക്കാം. അതുകൊണ്ട് ആ കൂടാരത്തെ സാക്ഷ്യകൂടാരം എന്ന് വിളിച്ചിരിക്കുന്നു. സാക്ഷ്യകൂടാരം എന്ന് വിളിച്ചിരിക്കുന്നു. ഇത്രയും വ്യക്തമായിരിക്കുമല്ലോ. ഇതും ഇന്നലെ ചിന്തിച്ചതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടോ? ഒന്നും ഇല്ലാത്ത പക്ഷം നമുക്ക് വീണ്ടും ഈ വിഷയത്തിൽ ഇതിനിടയ്ക്ക് കയറി നമ്മൾ എസെക്കിയേൽ പ്രവചനം 47 പറയുന്ന ദേവാലയം ഏത് ദേവാലയമാ? ഇനി വരാനുള്ളതാണോ? അത് ഭൂമിയിലുള്ളതാണോ? എവിടത്തെയാ? സോറി, യെഹെസ്കേലിനകത്ത് ഭാവിയിലേക്കുള്ള 2 പ്രധാന ദേവാലയങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് സഹസ്രാബ്ദക്കാലത്തെ ദേവാലയത്തെ കുറിച്ചും ഒന്ന് നിത്യതയിലുള്ളതിനെ സംബന്ധിച്ചുമുണ്ട്. അതിൽ ചിലത് ആലങ്കാരികമായിട്ടാണ് പ്രവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് 47-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്നും വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇത് ഭൂമിയിലെ ആലയത്തെ സംബന്ധിച്ചാണ്. സഹസ്രാബ്ദക്കാലത്തെ ആലയത്തെ സംബന്ധിച്ചാണ്. അത് കിഴക്കോട്ട് ഒഴുകിയതും
പിന്നെ നമ്മൾ കാണുന്നത് ചാവുകടലിലും യോർദാനിലുമൊക്കെ ഇത് ചെന്ന് പതിക്കുന്നതും, ഇത് ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതും ഒക്കെ. അതിൻ്റെ 9-ാമത്തെ, അതിൻ്റെ 8-ാമത്തെയൊക്കെ വാക്യത്തിൽ നാം വായിക്കുന്നത്, വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ടു. ഇതെല്ലാം ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. ഗലീല തടാകം, ഗലീല കടലെന്ന് നമ്മൾ വിളിക്കാറുണ്ടെങ്കിലും ആക്ച്വലി അതൊരു കടലല്ല, ഒരു വലിയ തടാകമാണ്, ഒരു ലേക്കാണ്. അത് പിന്നെ അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. അപ്പം ഇതെല്ലാം ഈ ഭൂമിയിലേതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സഹസ്രാബ്ദ സമയത്തെ സംഗതികളാണത്. അന്ന് ഈ ചാവുകടൽ ഉൾപ്പെടെ ഉള്ളതിൽ ജീവികൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ, പ്രാണികൾ ജീവിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ക്രമീകരണം ദൈവം അക്കാലത്ത് ഒരുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പിന്നെ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാട്ടൊക്കെ ആയിട്ട് പാടാറുണ്ട്. മുട്ടോളമല്ല, അരയോളമല്ല എന്നൊക്കെ. അതിന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടൊക്കെ വെച്ച് പാടാറുണ്ട് എന്ന് മാത്രം. അപ്പം ഉമ്മരപ്പടിയും ദിശകളും നദികളും തടാകങ്ങളും കടലുകളും മീൻ പിടിക്കുന്നതും ഇതെല്ലാം അവിടെ അക്ഷരീയമായിട്ട് വിവരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ സഹസ്രാബ്ദ കാലത്തെ ദേവാലയമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. മറ്റെന്തെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ ഇന്നലെ നമ്മൾ വായിച്ച പുറപ്പാട് 25-ന്റെ 40-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. എക്സോഡസ് 25:40. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. മാതൃക പ്രകാരം നാം അത് തന്നെ എബ്രായർ 8-ാമത്തെ അധ്യായത്തിലും ഇന്നലെയും മിനിയാന്നും ഒക്കെ വായിച്ചല്ലോ. അതുകൊണ്ട് ഇനിയും വായിപ്പിക്കുന്നില്ല. ഇവിടെയെല്ലാം നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ് മാതൃക. മാതൃക. ആ മാതൃക എന്ന് അവിടെ ഉള്ളതിന് എ ഷാഡോവി ഔട്ട്ലൈൻ, a shadowy outline of what Moses had seen on the mountain top. സീനായിയുടെ മലയിൽ ദൈവവുമായി ഉപവാസ സമയത്ത് വ്യക്തിപരമായി ചിലവഴിച്ച 40-80 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ദൈവം സ്വർഗത്തിന്റെ ദർശനം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ സമയങ്ങളിലെ കാര്യമാണ്. നാം അതിനെക്കുറിച്ച് ഇന്നലെ പഠിച്ചു, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിനവിടെ പറഞ്ഞിരിക്കുന്നത് എ ഷാഡോവി ഔട്ട്ലൈൻ, മാതൃക പ്രകാരം എന്ന് വെച്ചാൽ ഒരു നിഴല് പോലെ മോശ കണ്ട കാര്യങ്ങളാണ് ഇവിടെ. അവിടെ 2 ഗ്രീക്ക് പദങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പദത്തെ വിന്യസിച്ചിരിക്കുന്നത്. 2 പദങ്ങൾ. Here 2 Greek words are combined together to tell us about the pattern. ഒന്നാമത്തേത് ഹ്യൂപ്പോഡെയ്ഗ്മ എന്നൊരു പദമാണ്. ഹ്യൂപ്പോഡെയ്ഗ്മ, HUPODEIGMA,
ഒന്നുകൂടെ ഞാൻ സ്പെല്ലിങ് പറയാം. ഹ്യൂപ്പോ, HUPO, ഒരുമിച്ചാണ്. ഹ്യൂപ്പോ ഡെയ്ഗ്മ, DEIGMA, ഒറ്റ വാക്കാണത്, ഹ്യൂപ്പോ ഡെയ്ഗ്മ. രണ്ടാമതൊരു ഒരു പദമുണ്ട്, അതാണ് സ്കിയ, SKIA, സ്കിയ. ഈ രണ്ട് പദങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക എന്ന പദത്തെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നാം പഴയ നിയമത്തിന്റെ ഗ്രീക്ക് തർജ്ജമയിലേക്ക്, സെപ്റ്റ്വജിന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രീക്ക് തർജ്ജമയിലേക്ക് വരുമ്പോൾ ആ ഗ്രീക്ക് പദങ്ങൾ രണ്ടെണ്ണം ഇതാണ്: ഹ്യൂപ്പോ ഡെയ്ഗ്മ, സ്കിയ. ഹ്യൂപ്പോ ഡെയ്ഗ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ സ്പെസിമെൻ, or a sketch plan, or a sketch plan. Specimen या sketch plan. ഇതാണ് ഹ്യൂപ്പോഡെയ്ഗ്മയുടെ അർത്ഥം. നമ്മൾ ഉണ്ടാക്കാനുള്ള വീടിന്റെ ഒരു സ്കെച്ച് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ കൊടുക്കുന്നത് പോലെ ഒരു സ്കെച്ച് പ്ലാൻ. ആ സ്കെച്ച് പേപ്പറിലുള്ളത്, അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ ഓട്ടോ കാർഡും ഒക്കെ ഉണ്ടല്ലോ, ഡിജിറ്റലായിട്ട് അതൊക്കെ ഉണ്ടാക്കും. അത് വേറെ എന്തോ അസലായതിന്റെ ഒരു നിഴല് മാത്രമാണ്, അസലായതല്ലത് എന്നതുപോലെ. അതുപോലെ സ്കിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷാഡോ, നിഴൽ, റിഫ്ലക്ഷൻ, പ്രതിഫലനം എന്നൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് പദങ്ങൾ നമുക്ക് ഈ ഭൂമിയിലെ കൂടാരം സ്വർഗത്തിലേതിന്റെ ഒരു നിഴലാണെന്ന്, ഒരു സ്കെച്ച് പ്ലാൻ, വെറും ഒരു ഡിസൈൻ ചെയ്ത ഒരു പ്ലാൻ, അതിന്റെ ഒരു ചിത്രം, രൂപരേഖ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ അസലായതാണ് സ്വർഗം. നമ്മളിവിടെ കണ്ട വളരെ ഒരു ചെറിയ രൂപത്തിലുള്ള ദേവാലയത്തിന്റെ അസലായതും ബൃഹത്തായതുമായ അക്ഷരികമായ അവസ്ഥ സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. So the tabernacle or the tent or temple on earth was just a glimpse, even very small in size, of what we will see in heaven. Heaven is the original, literal, and huge in size. Prototype എന്നതിനേക്കാൾ കുറച്ചുകൂടെ സ്കെച്ച് എന്നുള്ളതാണ് അതിന്റെ സ്കെച്ച്. ഇപ്പം എല്ലാവർക്കും ആ സ്കെച്ച് കണ്ടാൽ മനസ്സിലാകത്തുമില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനോട്, ഒരു എഞ്ചിനീയറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ വരച്ചു കൊണ്ടുതരും. ഇപ്പൊ എന്നെ പോലുള്ള ഒരുത്തന്നെ ഇത് നോക്കിയാൽ ഒരു പിടുത്തവും കിട്ടത്തില്ല. പിന്നെ എല്ലാത്തിനും ഓ എന്ന് മൂളത്തതേ ഉള്ളൂ, മനസ്സിലാകത്തില്ല. ചിലപ്പം അതിന് പിന്നെ എന്താണ് പറയുന്നത്, വാനമൊക്കെ തോണ്ടി അതിന്റെ പ്ലാനൊക്കെ നമ്മുടെ വസ്തുവിനകത്ത് വരച്ച് കയറുമൊക്കെ വലിച്ച് കെട്ടി കഴിയുമ്പം ശരി, അപ്പം
ഇത് ഇന്നതാന്ന്. പിന്നെയും അപ്പോഴും വലിയ പിടുത്തമൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ശരിയായ അർത്ഥത്തിൽ നാം ദൈവത്തെ കാണുന്നതും ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നതും എല്ലാം ദൈവസന്നിധിയിൽ എത്തിയ ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് സാക്ഷ്യകൂടാരം പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം എന്നതിന്റെ അർത്ഥം. മുൻപോട്ട് പോകാമല്ലോ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് നാം ഇന്നലെ 5ഉം 6ഉം വാക്യങ്ങൾ വായിച്ചു, ചിന്തിച്ചു. ഈ സാക്ഷ്യകൂടാരത്തിൽ നിന്ന് 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. 7 എന്നതിന്റെ സംഖ്യ അർത്ഥം നമുക്കറിയാം, പല ആവർത്തി പഠിച്ചതാണ്. ദൂതന്മാർ, അവിടെ പറയുന്ന ദൂതന്മാർ സ്വർഗീയ ദൂതന്മാർ തന്നെ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 2 തരം ദൂതന്മാരെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർമ്മ കാണും. അതിലൊരു കൂട്ടർ ദൂതന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ദൂതന്മാര് തന്നെ, നമ്മൾ മനസ്സിലാക്കുന്ന ദൂതന്മാര് തന്നെ. രണ്ടാമതൊരു ദൂതൻ അവിടെ ഉള്ളത് പ്രധാനമായും യോഹന്നാന് കാര്യങ്ങളൊക്കെ മറ നീക്കി പൊരുൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ദൂതനാണ്. അദ്ദേഹം ഒരു ദൈവദൂതൻ അല്ലെങ്കിൽ ഒരു സ്വർഗദൂതൻ ആയിരിക്കാൻ സാധ്യതയില്ല. ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരിൽ, പ്രത്യേകിച്ച് വിശുദ്ധ പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കാനാണ് സാധ്യത എന്ന് നമ്മൾ ആദ്യ സമയങ്ങളിൽ തന്നെ 1-ാം അധ്യായത്തിൽ വെച്ച് തന്നെ പഠിച്ചിരുന്നതും ഓർമ്മ കാണുമല്ലോ. അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മ കാണുമായിരിക്കും അല്ലേ? സ്തോത്രം. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലെ ദൂതന്മാർ കർത്താവായ യേശുവിന്റെ ക്രൂശീകരണ ഉയർത്തെഴുന്നേൽപ്പ് സമയങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെയാണ് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെന്ന് നമ്മളിവിടെ അർത്ഥമാക്കിയത്. അതിന് കാരണം നമ്മൾ കാണുകയുണ്ടായി. 19-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും യോഹന്നാൻ ഈ ദൂതനെ നമസ്കരിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. 19:10, 19:10. ഞാൻ അവനെ Then ആരും വായിക്കുന്നില്ലേ? Then I fell down at his feet to worship him. But he said to me, "You must not do that. I am a fellow servant with you and your brothers who hold to the testimony of Jesus. Worship God. For the testimony of Jesus is the spirit of prophecy." നമ്മൾ 15:5 കണ്ട സാക്ഷ്യം ഇവിടെയും വന്നിട്ടുണ്ട്. ടെസ്റ്റിമണി ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. സാക്ഷ്യത്തിന്റെ അർത്ഥം പ്രവചനം അഥവാ വചനം എന്നാണെന്നും നാം ഇവിടെ കാണുന്നു. ഈ ദർശനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ യോഹന്നാൻ ആ ദൂതനെ നമസ്കരിക്കാൻ അങ്ങ് വീണു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അരുത്, ഞാൻ ആരാണ്? ദൂതൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ആരാ? സഹഭൃത്യൻ. ഞാൻ നിന്റെയും അല്ലെങ്കിൽ നിനക്കും നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനാണ്. സ്തോത്രം.
ഇതേ കാര്യം തന്നെ 22-ന്റെ 8-9 വാക്യങ്ങളിലും കാണുന്നുണ്ട്. 22 verses 8 and 9. There also the same thing is repeated. So in these places, the angel, this particular angel, introduces himself to John as a fellow servant with you. Fellow servant of same category, fellow, same category. സഹഭൃത്യനാകുമ്പോൾ യോഹന്നാനെ പോലെ, സകലത്തിലും യോഹന്നാനെ പോലെയുള്ള ഒരാൾ എന്നർത്ഥം. അവിടെ നിന്നും പ്രവാചകനാണെന്നുള്ള സൂചനയും നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിൽ 2 തരം ദൂതന്മാർ. ഒന്ന് അസൽ സ്വർഗീയ ദൂതന്മാർ, 2 ഈ പ്രത്യേക ദൂതൻ, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട ഒരു പഴയ നിയമ വിശുദ്ധൻ, വിശേഷിച്ച് പ്രവാചകൻ ആകാനാണ് സാധ്യത. ശരി, നമുക്ക് മടങ്ങി വരാം. 15-ാം അധ്യായത്തിൽ നാം കാണുന്ന 7 ദൂതന്മാർ അസലായ ദൈവദൂതന്മാര് തന്നെ. ദൈവം ദൂതന്മാരായിട്ട് തന്നെ സൃഷ്ടിച്ച, സൃഷ്ടിപ്പിൽ തന്നെ ദൂതന്മാരായവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. 7 ദൂതന്മാർ. 7-ന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൂതന്മാർ എന്നുള്ളതും നാം മനസ്സിലാക്കുന്നു. സ്തോത്രം. അവർ ആണ് ഈ കലശ ന്യായവിധി നടപ്പാക്കാൻ നിയമിക്കപ്പെട്ടവർ. These are the 7 angels appointed to execute the bowl judgments. Bowl judgments. ഈ ബൗൾസ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ കൊച്ച് കലം പോലെയുള്ള, അല്പം വാവിസ്താരം ഉള്ളത്, വയറുഭാഗം ഒരുപക്ഷെ ഒരല്പം വിശാലമായിട്ടിരിക്കുന്നത്, പെട്ടെന്ന് കമഴ്ത്തിയാൽ അതിലുള്ളതെല്ലാം പകരപ്പെടാൻ, തൂകപ്പെടാൻ സാധിക്കുന്നത്, കമഴ്ത്തിയാൽ ഉള്ളിലുള്ളതൊന്നും അകത്ത് ശേഷിക്കാത്തതുപോലെ പുറത്തു പോകാൻ കഴിയുന്ന, കുറച്ച് തീ ഉൾപ്പെടെ ഉള്ളത് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലെ പാത്രങ്ങളെയാണ് കലശങ്ങൾ എന്ന് വിളിക്കുന്നത്. KJV-യിൽ വയൽസ് എന്നായിരിക്കും ഉള്ളത്. VIAL, വയൽസ് എന്നായിരിക്കും. വേദ പഠിതാക്കൾ പറയുന്നത് വയൽസ് അല്ല, വയൽസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ് പോലത്തെ സാധനങ്ങളാണെന്ന്. എന്നാൽ ഇത് പ്ലേറ്റ് പോലത്തതല്ല. ഇൻസെൻസ്, ഈ ധൂപവർഗങ്ങളിട്ട് ധൂപക്കുറ്റി വീശത്തക്കതുപോലെ തീയെയും മറ്റും ഉൾക്കൊള്ളാൻ, അതിലെ സാധനങ്ങളെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന കണ്ടെയ്നർ ടൈപ്പ്, അങ്ങനെയുള്ളതാണ് ഈ കലശം എന്ന് പറയുന്നത്. ഒരു തരം കൊച്ച് കുടത്തിന്റെ അല്ലെങ്കിൽ ബൗൾസ്, കൊച്ചു കുടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചരുവങ്ങൾ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. അത് പെട്ടെന്ന് അതിലുള്ളത് പകരാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ സാധനങ്ങളെ അകത്ത് ഉൾക്കൊള്ളാനും പറ്റും. പ്രത്യേകിച്ച് അഗ്നി പോലെയുള്ള, ചൂടുള്ള തീ കനലുകൾ പോലെയുള്ള വസ്തുക്കളെ, അത് വച്ചാൽ ഉരുകിപ്പോകാത്ത, നശിച്ചു പോകാത്ത തരം പാത്രങ്ങളെന്ന് ബൗൾസിനെ, കലശങ്ങളെ മനസ്സിലാക്കാം. ദേവാലയത്തിൽ തന്നെ തീയിട്ട് ധൂപക്കുറ്റി വീശാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ തീയിട്ടാലും തീ അതിൽ പുകഞ്ഞുകൊണ്ടേ ഇരുന്നാലും ആ പാത്രത്തിന് കേടുവരില്ല. അങ്ങനെയുള്ളതാണിത്, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈ 7 ദൂതന്മാരാണ് ഈ കലശ ന്യായവിധി നടപ്പിലാക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അവരതിന് സജ്ജരാണ്, അതിനവർ സജ്ജരാണ്. 6-ാമത്തെ വാക്യത്തിൽ, ഒന്നും കൂടെ 6-ാം വാക്യം വായിച്ചോളൂ, വേഴ്സ് നമ്പർ 6.
7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. സ്തോത്രം. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് കണ്ടു. ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ദൈവസന്നിധിയിൽ നിന്ന് എന്നർത്ഥം. അവരെ അയക്കുന്നത് ദൈവമാണെന്ന്, അവരുടെ പിൻപിലുള്ള ബലം ദൈവമാണെന്ന് ഇവിടെ അർത്ഥമാണ്. മറ്റാരുമല്ല അതിൻ്റെ സ്രോതസ്. അക്കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. സ്തോത്രം. ദൈവമാണ്. മറ്റൊന്ന് അവരുടെ വസ്ത്രധാരണമാണ്. ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവരായി. മാറത്തെ പൊൻകച്ച നമ്മൾ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വസ്ത്രധാരണവുമായുള്ള ബന്ധത്തിൽ കണ്ടു. അത് ന്യായാധിപത്യത്തെ കാണിക്കുന്നതാണ്. സ്തോത്രം. ആ മാറത്തെ പൊൻകച്ചയെ നമ്മൾ ന്യായാധിപന്മാരുടെ വസ്ത്രമായിട്ട് കാണുകയുണ്ടായി. ഗാമൻസ്. ന്യായാധിപന്മാരാണ് പൊതുവെ അങ്ങനെയുള്ള വസ്ത്രം ധരിക്കാറെന്ന് നമ്മൾ അവിടെ വെച്ച് 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം മുതൽ പഠിച്ചപ്പോൾ കണ്ടതായിരുന്നുവല്ലോ. കൂടാതെ അവർ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചിരിക്കുന്നു. അത് അവരുടെ വിശുദ്ധിയെ കാണിക്കുന്നതുമാണ്. The garments these angels are having show about their purity, their showing that they are overcomers and they are appointed to execute judgment. ഈ 3 കാര്യങ്ങൾ പ്രധാനമായും അവരുടെ വസ്ത്രധാരണത്തിലൂടെ വെളിപ്പെടുന്നു. ഒന്ന്, അവരുടെ വിശുദ്ധി, പാപരഹിതരായ അവസ്ഥ. 2, അവരുടെ ജയാളികളായിരിക്കുന്ന അവസ്ഥ. അവർ ജയാളികളാണെന്നും അവർ വിശുദ്ധരാണെന്നും. 3, അവർ ന്യായം വിധിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ന്യായാധിപന്മാരാണെന്നും ഉള്ള സ്ഥിതിയാണ് അവരുടെ വസ്ത്രധാരണം കൊണ്ട് വ്യക്തമാകുന്നത്. ഈ ദൂതന്മാരും, ചില വേദപഠിതാക്കൾ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്, ഇവരും ജയാളികളാണെന്ന് പറയാനുള്ള കാരണം സാത്താനും കൂട്ടരും ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്തപ്പോൾ ഇവർ ആ കൂട്ടത്തിൽ കൂടാതിരുന്നവരാണ്. കൂടാതെ അവരുടെ കൂട്ടത്തിൽ കൂടാതെ ദൈവത്തിന്റെ പക്ഷത്ത് നിലനിന്ന് ജയാളികളും പാപരഹിതരുമായ ദൂതന്മാരാണിവരെന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ വസ്ത്രധാരണത്തിലൂടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ സർദീസ് സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. Revelation 3 verses 4 and 5, Jesus was intervening with the Sardis church. അവിടെ കർത്താവ് പറയുന്നു, ഉടുപ്പ് മലിനമാകാത്ത ചിലർ നിനക്ക് സർദീസിൽ അവിടെയുണ്ട്. ഉടുപ്പും മലിനമാകാത്തവർ എന്ന് വെച്ചാൽ ജീവിത വിശുദ്ധി നഷ്ടപ്പെടാത്തവർ, വിശുദ്ധരായി നിലനിൽക്കുന്നവർ എന്നർത്ഥം. അവർ യോഗ്യന്മാരാകയാൽ
വെള്ള ധരിച്ചും കൊണ്ട്, ബാക്കി പറഞ്ഞു അല്ലെ, വായിച്ചു. എന്നോട് കൂടെ നടക്കും. സ്തോത്രം. വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. അപ്പോൾ ആ വെള്ള രണ്ട് കാര്യങ്ങളെ കാണിക്കുന്നു. വിശുദ്ധിയെയും സ്വർഗത്തിൽ എത്തുന്നതിനും ജീവിക്കുന്നതിനുമുള്ള യോഗ്യതയെയും അല്ലെങ്കിൽ ജയത്തെയും. അതുകൊണ്ട് നമുക്ക് ഈ ദൂതന്മാരെയും അങ്ങനെ തന്നെ അവരുടെ വസ്ത്രധാരണത്താൽ മനസ്സിലാക്കാം. അങ്ങനെയുള്ള വിശുദ്ധ ദൂതന്മാർ, പ്രത്യേകിച്ച് ന്യായവിധി നടത്താൻ വേണ്ടി ദൈവം നിയമിച്ചാക്കുന്ന ഇവർ ഏതായാലും ആ നിലയിൽ ആണെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. സ്തോത്രം. അപ്പോൾ 5ഉം 6ഉം വാക്യങ്ങളുടെ അർത്ഥം ഇതാണ്. ഇവിടങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിശദീകരണം? ഇല്ലെങ്കിൽ 7ാമത്തെ വാക്യം വായിച്ചാട്ടെ. 7. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നു ദൈവത്തെക്കുറിച്ച് പിന്നെയും വിശദീകരിച്ചിരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. സ്തോത്രം. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നിത്യനായ ദൈവം. സ്തോത്രം. ഇറ്റേണൽ ഗോഡ്. അതിനും വിശദീകരണം വേണ്ടായിരിക്കും. നിത്യത എന്നതിന്റെ അർത്ഥം നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. നിർവചനം ഓർമ്മ കാണുമായിരിക്കുമല്ലോ. നിത്യം അല്ലെങ്കിൽ സനാതനം, ഇറ്റേണൽ എന്നതിന്റെ നിർവചനം മറന്നോ? അനാദിയായും ശാശ്വതമായും. അതെ, അനാദിയായും ശാശ്വതമായുമുള്ളത്. 90ാം സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിലാണ് നമ്മൾ ആ നിർവചനം നേരത്തെ തന്നെ കണ്ടിട്ടുള്ളത്. സ്തോത്രം. അപ്പോൾ അനാദിയായും ശാശ്വതമായും ഉള്ള ദൈവം, അതാണ് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം. സ്തോത്രം. നമുക്കതറിയാം. നമ്മൾ പണ്ട് ട്രിനിറ്റി, ത്രിയേകത്വത്തെ കുറിച്ച് പഠിച്ച സമയത്തും ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിൽ, ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളിൽ ആ കാര്യം പഠിച്ചത്. ദൈവം നിത്യനായ ദൈവമാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം നിത്യനായ ദൈവമാണ്. തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ, ആരംഭവും അവസാനവും ഇല്ലാത്തവൻ എന്ന് വെച്ചാൽ സൃഷ്ടിയല്ലാത്തവൻ. ദൈവത്തിന് ഒരു കാരണഭൂതൻ ഇല്ല. പകരം ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ. സ്തോത്രം. There is no reason for God, but He is the reason for all and everything. സ്തോത്രം. അതുകൊണ്ടാണ് നാം കാണുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ ദൈവം. ഹീബ്രൂസ് 2:10, എബ്രായർ 2:10 നാം ആ പ്രയോഗം കാണുന്നുണ്ട്. എടുത്തെങ്കിൽ വായിച്ചോ. For it was fitting that he, for whom and by whom all things exist, in bringing enough മോനെ. For whom and by whom everything exists. സ്തോത്രം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ ദൈവം.
ദൈവത്തിനൊരു കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവം സ്വയം സ്ഥിതനാണ്. ഗാഡ് ഈസ് സെൽഫ് എക്സിസ്റ്റിംഗ് ഗാഡ്. ഗാഡ് ഈസ് സെൽഫ് എക്സിസ്റ്റന്റ് ഗാഡ്. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം സ്വയം സ്ഥിതനാണ്. സ്വയം സ്ഥിതൻ, സെൽഫ് എക്സിസ്റ്റന്റ്. നമ്മൾ അന്ന് ട്രിനിറ്റിയുടെ സമയത്ത് പഠിച്ച ഒരു കാര്യം ആവർത്തിക്കട്ടെ. നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്വയംഭൂ എന്ന് വിളിക്കാറുണ്ട്. അത് തെറ്റാണെന്ന് നമ്മൾ അന്ന് പഠിച്ചു. അന്നുണ്ടായിരുന്നവർക്ക് ഓർമ്മ കാണും. സ്വയംഭൂ അല്ല, സ്വയം സ്ഥിതൻ. സ്വയം സ്ഥിതൻ. സ്തോത്രം. അതാണ് ഇവിടെ ദൈവത്തിന്റെ നിത്യത്വത്തെയാണ് കാണിക്കുന്നത്. യഹോവ എന്ന പേരും അത് തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. എക്കാലത്തും, ഭൂതകാലത്തും ഭാവി കാലത്തും വർത്തമാനമായിരിക്കുന്നവൻ, ഞാൻ ആകുന്നു എന്നുള്ളവൻ. ഞാനായിരുന്നു എന്നല്ല, ഞാനാകുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് 1:4 നമ്മൾ കാണുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവം. പിതാവായ ദൈവത്തിന്റെ ഒരു പരിചയപ്പെടുത്തലാണ് അവിടെ. ഇരിക്കുന്നവൻ ഇന്നുണ്ട്. ഇന്നലകളിൽ ഉണ്ടായിരുന്നവൻ, ഇരുന്നവൻ. ഇനി വരുന്നവൻ, നാളുകളിലും ഉണ്ടായിരിക്കുന്നവൻ, നിത്യനായ ദൈവം. സ്തോത്രം. നമ്മൾ പാട്ട് പാടാറുണ്ട്. നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. നിത്യദൈവം. സ്തോത്രം. അവർ ഗാഡ് ഈസ് ഇറ്റേണൽ. അതാണ് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം. എന്നിട്ട് അവിടെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, 4 ജീവികൾ. വിശദീകരണം വേണ്ട. നമ്മൾ 4ഉം 5ഉം അധ്യായങ്ങളിൽ അതേപ്പറ്റി പഠിച്ചിരുന്നു. 4 ജീവികൾ എപ്പോഴും ദൈവസിംഹാസനത്തോട് ചേർന്ന് കാണപ്പെടുന്ന ജീവികളാണവ. നമുക്ക് യെഹെസ്കേൽ പ്രവചനത്തിലും അതേപ്പറ്റി കാണാം. അത് കെരൂബുകളോട്, ഒരുപക്ഷെ കെരൂബുകൾ തന്നെയാകാം, അല്ലെങ്കിൽ കെരൂബുകളോട് വളരെ സാമ്യമുള്ള സ്വർഗീയ ദൂതഗണങ്ങളിൽ ഒരു വിഭാഗമാകാം. കെരൂബുകൾ തന്നെയാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് നാം ഇന്നലെയും കണ്ടത് കെരൂബുകളിന്മേൽ അധിവസിക്കുന്ന ദൈവം എന്ന് നമ്മുടെ ദൈവത്തിന് പേരുള്ളത്. അതിവിശുദ്ധ സ്ഥലത്തും പെട്ടകം വെച്ചിരിക്കുന്ന ഇടത്ത് 2 കെരൂബുകളെ ചിറക് വിടർത്തി നിൽക്കുന്നതായി നാം കാണുന്നതും അതുകൊണ്ട് തന്നെയാകാം. അതുകൊണ്ട് ഈ 4 ജീവികൾ കെരൂബുകൾ എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ലളിതം. അപ്പൊ 4 ജീവികളിൽ ഒന്ന്, അവയിൽ ഒന്ന് ഈ നിത്യനായ ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 കലശം. ദൈവഭക്തന്മാർ മനസ്സിലാക്കുന്നത് God's mercy, God's kindness, God's love, these are just like a, what do you say, dam. Just like a dam, especially the gates of a dam, withholding God's anger, his wrath. ദൈവത്തിന്റെ സ്നേഹവും കരുണയും ദയയുമൊക്കെ ഒരു ഡാമിലെ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന അതിൻ്റെ, പണ്ടൊക്കെ പറയുമായിരുന്നു ചീപ്പുകൾ പോലെയാണെന്ന്. അതിനെ ചീപ്പ് എന്നാ പണ്ടൊക്കെ ഞങ്ങൾ കൊച്ചിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. ഡാമിന്റെ ചീപ്പ് തുറന്നു എന്നാണ് പറയപ്പെടുന്നത്. The doors of the dam. ആ ചീപ്പുകൾ അല്ലെങ്കിൽ ആ ഡാമിന്റെ ഓരോ
വാതിലുകളും എന്ത് ചെയ്യുന്നു? വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു. വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു. വെള്ളത്തെ ഈ ഡാമിന്റെ ശക്തമായ കതകുകൾ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട്, ചീപ്പുകൾ തടഞ്ഞു നിർത്തുന്നതിന്റെ അർത്ഥം വെള്ളമില്ലാതെയാകുന്നു എന്നല്ല. ഇത് തടഞ്ഞു നിർത്തും തോറും ഈ വെള്ളത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നു. ഇത് തടഞ്ഞു നിർത്തും തോറും ഈ വെള്ളത്തിന്റെ ശക്തിയും കൂടുന്നു. അപ്പൊ വ്യാപ്തിയും കൂടുന്നു, ശക്തിയും കൂടുന്നു. എപ്പോഴെങ്കിലും ഈ ഡാമിന്റെ ഡോറുകൾ തുറക്കേണ്ടി വന്നാൽ, ഇത്രയും കാലം ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തിയതിനനുസരിച്ചുള്ള ശക്തിയോടെയായിരിക്കും ഒഴുകുക. ഇതുപോലെ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ കരുണാധിക്യം, സ്നേഹം, ദയ എന്ത് ചെയ്യുന്നു? പാപിയായ മനുഷ്യനെതിരെ ദൈവത്തിന്റെ ക്രോധ കലശത്തെ തടഞ്ഞു നിർത്തുന്നു. തടഞ്ഞു നിർത്തും. എന്നാൽ ഈ തടഞ്ഞു നിർത്തുന്നു എന്നത് ആ ക്രോധത്തെ ഇല്ലാതെയാക്കുന്നതല്ല. എന്നെങ്കിലും ഈ ദയയുടെ കതക്, ഈ ദൈവത്തിന്റെ കൃപയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ ഈ കതക് ഒന്ന് തുറന്നാൽ, ഇത്രയും കാലം തടഞ്ഞു നിർത്തിയിരുന്ന മഹാശക്തിയോടെ അത് പ്രവഹിക്കാൻ തുടങ്ങും. അത് ഭയങ്കരമാണ്. ഇവിടെ ഏതാ നമ്മൾ കാണുന്നത്? ദൈവക്രോധം നിറഞ്ഞ കലശങ്ങൾ. ദൈവക്രോധം നിറഞ്ഞ കലശങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ അതേപ്പറ്റി സംസാരിച്ചു. ഓരോ മനുഷ്യന്റെയും പേരിൽ ദൈവത്തിന്റെ അടുക്കൽ ഓരോ പാത്രങ്ങളുണ്ടെന്ന്. ഇന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു 2 പാത്രങ്ങളായിട്ട്. ഓരോ മനുഷ്യന് വേണ്ടിയും ദൈവത്തിന്റെ പക്കൽ 2 പാത്രങ്ങൾ. അതിനെ കലമായിട്ടോ, കുടമായിട്ടോ, ഭരണിയായിട്ടോ, വീപ്പയായിട്ടോ ഒക്കെ മനസ്സിലാക്കിക്കോ. എനിഹൗ, അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള 2 പാത്രങ്ങൾ. അതിൽ ഒന്നിൽ മനുഷ്യന്റെ പാപമാണ് പകരപ്പെടുക. രണ്ടാമത്തേതിൽ ദൈവത്തിന്റെ ക്രോധവും. ഈ 2 പാത്രങ്ങൾ അടിയിലൂടെ പൈപ്പിനാൽ ബന്ധിതമാണ്. ഒരു ചെറിയ പൈപ്പിന്റെ കണക്ഷൻ ഉണ്ട്. ഇവിടെ പാപത്തിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെ ദൈവ ക്രോധത്തിന്റെ അളവും വർദ്ധിക്കും. സ്തോത്രം. ബോത്ത് ആർ ഇൻ റെസിപ്രോക്കൽ. രണ്ടും ആനുപാതികമായിട്ടാണ്. ദൈവത്തിന്റെ ദയ ദൈവക്രോധത്തെ തടഞ്ഞു നിർത്തും. പക്ഷേ ഇല്ലാതെയാക്കുന്നില്ല. കാരണം ദൈവം നീതിമാനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം പരിശുദ്ധനും നീതിമാനുമാകൊണ്ട് പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെ ഇല്ലാതെയാക്കാൻ ദൈവത്തിന്റെ ദയയ്ക്ക് കഴിയുകയില്ല.
സ്തോത്രം. എന്നാൽ എന്ത് ചെയ്യാം? തടഞ്ഞു നിർത്താം. തടഞ്ഞു നിർത്താം. ആ തടഞ്ഞു നിർത്തുന്ന സമയത്തിനകം ഈ പാപം ചെയ്യുന്നയാള് പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നാൽ പിന്നെ അവനെതിരെ എന്തില്ല? ദൈവത്തിന്റെ ക്രോധമില്ല. ഇല്ലാത്ത പക്ഷം സ്തോത്രം, അവന്റെ മേൽ ദൈവത്തിന്റെ ക്രോധം ഇങ്ങനെ പകരപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ പല ആവർത്തി വായിച്ച നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ് റോമാലേഖനം 2-ാം അധ്യായം 4 മുതൽക്കുള്ളത്. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ യാ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. നിരസിച്ചാൽ എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനോട് ദയ കാണിക്കുന്നത്, ദൈവത്തിന്റെ ദയയാൽ ക്രോധത്തെ തടഞ്ഞു നിർത്തുന്നത് അവൻ പാപം വിട്ടു തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് വരണം എന്ന ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ വരുന്നില്ലെങ്കിലോ, 50-ാം സങ്കീർത്തനത്തിലും മറ്റും നമ്മൾ വായിക്കുന്നത് പോലെ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. മനം തിരിയുന്നില്ലെങ്കിൽ, ദൈവം അനുവദിച്ച സമയത്തിനകം മനം തിരിയുന്നില്ലെങ്കിൽ ദൈവം തന്റെ വാളിന് മൂർച്ച കൂട്ടും. ദൈവത്തിന്റെ ഈ ജീവനുള്ള എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൈകളിൽ നിന്ന് വിടുവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആർക്കും കഴിയില്ല. ഇവിടെ അതാണ് ഈ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തോട് ദൈവം ഇതുവരെ പുലർത്തിയിരുന്ന ദയയുടെ വാതിലിനെ തുറന്ന് ഇതുവരെ കെട്ടി നിർത്തിയിരുന്ന ക്രോധത്തെ അഴിച്ചുവിടുകയാണ്. സ്തോത്രം. God is here unleashing God's wrath so far which was being withheld by the mercies of God, by the benevolence of God. But now it is unleashed upon the rebellious humanity. ഇവിടെ അഴിച്ചുവിടുകയാണ്. ഒരു തടവുമില്ലാതെ, ഒരു തടയലും ഇല്ലാതെ. സ്തോത്രം. അതാണ് നാം കാണുന്നത്. ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം. ആ കലശം, ആ പാത്രം മുഴുവനും എന്താണ്? സ്തോത്രം. ദൈവത്തിന്റെ ക്രോധം. ദൈവത്തിന്റെ ക്രോധമാണ്. ദൈവത്തിന്റെ ക്രോധമാണ്. അതാണ് പറഞ്ഞത്, 2 പാത്രങ്ങൾ, പാപത്തിന്റെ പാത്രവും ക്രോധത്തിന്റെ പാത്രവും. ഈ പാപത്തിന്റെ പാത്രം നിറയുന്നതനുസരിച്ച് ദൈവത്തിന്റെ ക്രോധപാത്രവും നിറയും. അത് നിറഞ്ഞെങ്കിലേ ദൈവം പകരുകയുള്ളൂ. അതുവരെ കാത്തിരിക്കും. സ്തോത്രം. ഒരുവൻ മാനസാന്തരപ്പെട്ട് ദൈവവഴികളിലൂടെ നടന്നാൽ അതുവരെ അവൻ ചെയ്തതൊക്കെ ക്ഷമിക്കും. ആ കോപം അവന്റെ മേൽ കണക്കിടത്തില്ല. എന്നാൽ അത് നിറയാൻ നാം അനുവദിക്കരുത്. സ്തോത്രം. ഇതുവരെ കർത്താവ് തന്റെ ക്രോധം നമ്മുടെ ആരുടെ മേലും പകരാതിരുന്നതോർത്ത് സ്തോത്രം.
പാപവഴികളിലേക്ക് നാം തിരിയരുത്. സ്തോത്രം. പാപവഴികളിലേക്ക് തിരിയാതെ ദൈവത്തിന്റെ ദയയെ, സ്തോത്രം, വലിയ ഐശ്വര്യമായി അനുഗ്രഹമായി കണക്കാക്കിക്കൊണ്ട് നമുക്കും ജീവിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ജനത ആവർത്തിച്ച് അവർ മാനസാന്തരത്തിനായി ദൈവം കൊടുത്ത അവസരങ്ങളെയും നഷ്ടപ്പെടുത്തി. പാപത്തിൽ അവർ തുടർന്നു. അതുകൊണ്ട് ദൈവം തന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. സ്തോത്രം. വരുവാനുള്ള കോപത്തിൽ നിന്നും രക്ഷപ്പെടുവാനൊരു മാർഗമുണ്ട്. ദൈവത്തിന്റെ ക്രോധ കലശം മുഴുവനും അവസാന തുള്ളി വരെ മട്ടുവരെ വലിച്ചു കുടിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ, സ്തോത്രം, സ്വന്തം ദൈവമായി കർത്താവായി സ്വീകരിക്കുക എന്നുള്ളതാണ്. നാമൊക്കെ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നമ്മുടെ പുണ്യം കൊണ്ടല്ല, നമ്മുടെ നന്മകൾ കൊണ്ടല്ല. സ്തോത്രം. നമുക്ക് പകരമായി ദൈവക്രോധ മദ്യം മുഴുവനും വലിച്ചു കുടിച്ച ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ്. സ്തോത്രം. ഇന്നും ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കാത്തവരും ആശ്രയിക്കാത്തവരും യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്താത്തവരുമുണ്ടെങ്കിൽ വരുവാനുള്ള മഹാക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വിളിയാണ്, ആഹ്വാനമാണ് ഈ സന്ദേശം. സ്തോത്രം. അതാണ് എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും പറയുന്നത്. ഇനിയും പാപം തുടർന്നുകൊണ്ടിരുന്നാൽ എന്തില്ല? മാനസാന്തരത്തിനായിട്ട് അവരുടെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി വേറെ ഒരു യാഗം ശേഷിക്കുന്നില്ല. എന്തു മാത്രമേ ഉള്ളൂ? ന്യായവിധി. എതിരികളെ നശിപ്പിക്കുവാനുള്ള, സ്തോത്രം, ക്രോധാഗ്നി. സ്തോത്രം. നാം ആരും അതിൽ പെട്ടുപോകാതിരിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇത്രയും വ്യക്തമായോ? എങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് പോകാം. അവസാനത്തെ വാക്യം, 8-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 8. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. ദൈവാലയത്തിൽ, ദൈവസന്നിധിയിൽ വേറെ ഒന്നും ഇല്ലല്ലോ. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ മാജസ്റ്റി ഓഫ് ഗാഡ്, ദൈവമഹത്വത്തിന്റെ വിളംബരമാണ് ഇവിടെ ഉള്ളത്. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. നാം സമാഗമന കൂടാരത്തിന്റെ സമർപ്പണ വേളയിലും ഇതേ അനുഭവം പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ 34-35 വാക്യങ്ങളിൽ അവിടെ തൊട്ട് കാണുകയുണ്ടായി. സ്തോത്രം. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. സാങ്ച്വറി വാസ് ഫിൽഡ് വിത്ത് സ്മോക്ക് ഫ്രം ദ ഗ്ലോറി ഓഫ് ഗാഡ്. സ്തോത്രം.
here smoke represents, or smoke is the reason. First of all, it conceals. The smoke will conceal the presence of God, reminding all creation of his glorious transcendence. പുക വന്നാൽ പുകയ്ക്കകത്ത് നിൽക്കുന്നയാളിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പുക ദൈവത്തെ മറയ്ക്കുന്നതായി കാണുന്നതിന്റെ അർത്ഥം, that is also a manifestation of God's glory, showing how transcendent he is from his creatures. ദൈവത്തിന്റെ സൃഷ്ടികളിൽ നിന്നും ദൈവം എത്രയോ പരമോന്നതനാണ്, എത്രയോ ശ്രേഷ്ഠനാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ പുകയുടെ ഒന്നാമത്തെ അർത്ഥം. രണ്ട്, where there is smoke, of course we know there should be fire also. തീയില്ലാത്തിടത്ത് നിന്ന് പുക വരില്ലല്ലോ. തീയുടെ സാന്നിധ്യം, ഇവിടുത്തെ പുക, സ്തോത്രം, ദൈവത്തിന്റെ ആ ക്രോധത്തെയും ദൈവത്തിന്റെ ന്യായവിധിയുടെ സ്വഭാവത്തെയും വെളിപ്പെടുത്തുന്നതാണ്. സീനായി മലയിൽ ആദ്യമായി ഇസ്രായേൽ മക്കൾ കാണെ ദൈവം ഇറങ്ങിയപ്പോൾ പർവ്വതം പുക കൊണ്ട് മൂടി. That we see even the writer of the Hebrews in chapter 12, he again says, verses I think from 17, he says, when God descended upon Mount Sinai, the mountain was filled with smoke. ഇത് കണ്ടിട്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടിട്ട് പറഞ്ഞു, മോശെ, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. അപ്പൊ ദൈവത്തിന്റെ ഭയങ്കരത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്തോത്രം. ദൈവത്തിന്റെ ഭയങ്കരത്വത്തെ, അത് ദൈവത്തിന്റെ കോപത്തിന്റെ പ്രതീകമാണ്. The fire of his anger, ദൈവക്രോധത്തിന്റെ അഗ്നിയെ പ്രദർശിപ്പിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ആലയം പുക കൊണ്ട് മൂടി എന്ന് നാം വായിക്കുന്നതിന്റെ അർത്ഥം അതാണ്. സ്തോത്രം, പുക കൊണ്ട് നിറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ക്രോധം, ഇതെല്ലാം അതിനകത്ത് വെളിപ്പെടുന്നു സമയാസമയങ്ങളിലായി. യെശയ്യാവും 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ, ഓർമ്മയുണ്ടോ? വിളമ്പുകളാൽ നിറഞ്ഞു. അവിടെ വസ്ത്രത്തിന്റെ വിളമ്പെന്ന് കാണിക്കുന്നതും ദൈവത്തിന്റെ മഹത്വത്തെയാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്. അതുപോലെ ഇവിടെ പുക, അതിനെ പോസിറ്റീവായ നിലയിൽ നമുക്ക് അനുകൂലമായ രീതിയിൽ നമ്മൾ പറയുന്ന പേര് ഷെക്കേന എന്നാണ്, തേജസ്. അപ്പോൾ ഈ പുകയ്ക്ക് ഈ എല്ലാവിധമായ അർത്ഥങ്ങളുമുണ്ട്. അതാണ് നാം അവിടെ കാണുന്നത്. അതുവരെ ആർക്കും ദൈവാലയത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആ ക്രോധം
ദൈവം പകർന്നു തീരുന്നത് വരെ ആർക്കും കടക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ പിന്നീട് സ്വർഗത്തിലേക്ക് ആർക്കെങ്കിലും പ്രവേശനം ഉണ്ടായത് ഇതിന് ശേഷമാണെന്ന്. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ പുക 8 ആദ്യ ഭാഗം വായിക്കുന്നു. തേജസ്സും ശക്തിയും ഹേതുവായിട്ടാണ് വെളിപ്പെട്ടത്. അത് ആ തേജസ്, ശക്തി ദൈവാലയത്തിൽ സ്വർഗത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ, സ്തോത്രം, ഇവിടെ ഭൂമിയിൽ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നതുവരെ ആർക്കും ദൈവാലയത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അതിന്റെ അർത്ഥം നാം 16 അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായല്ലോ. ഈ ന്യായവിധിയുടെ സമയങ്ങളിലും ആരും മാനസാന്തരപ്പെടുന്നില്ല. നാം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ നിന്നും 10ഉം 11ഉം വാക്യങ്ങളിൽ നിന്നും 16 അധ്യായത്തിന്റെ 8, 9, 10, 11 പിന്നെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിൽ നിന്നും ഒക്കെ കാണുന്നത് ഈ ന്യായവിധികൾ നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചതല്ലാതെ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരമില്ലാതെ ആർക്കും എവിടേക്ക് പ്രവേശനമില്ല? ഈ ദൈവസന്നിധിയിലേക്ക്. അതാണ് അവിടെ പറയുന്നത്, ഈ ക്രോധകലശങ്ങൾ ഒഴിച്ചു തീരുവോളം ദൈവത്തിന്റെ വിശുദ്ധി തിളങ്ങി നിറഞ്ഞ് നിന്ന ഇടത്തേക്ക്, ദൈവസന്നിധിയിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായില്ല. സ്തോത്രം. അങ്ങനെ 7 ക്രോധ കലശങ്ങൾ ഒഴിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൂതന്മാരെ നമുക്കിവിടെ കാണാം. എന്തെങ്കിലും വിശദീകരണം 15 അധ്യായത്തിൽ നിന്ന് ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് 16 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇതിനായിട്ടാണ് ഇന്നത്തെ കൺവെൻഷൻ ഗാനമേളയ്ക്കൊക്കെ പുകയടിക്കുന്നത്. ഇപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു, ഇതിനകത്ത് പോയി പുകയിട്ടടിക്കുന്നത്. ഇന്നത്തെ ഗാനമേളയ്ക്കല്ല, ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ ഞായറാഴ്ച നാട്ടിലെ ഒരു ന്യൂജൻ ആളിന്റെ സഭായോഗം, ഞായറാഴ്ചത്തെ സഭായോഗം, അത് ലൈവായിട്ടല്ല, രാവിലെ ആയിരുന്നു അവരുടേത്. ഞാൻ അതിനുശേഷം ഒന്ന് കണ്ടപ്പം അവിടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഇങ്ങനെ പുക പോകുന്നു. ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ്സാ. ചിലപ്പോൾ ഈ ക്രോധ കലശങ്ങളുടെ അനുഭവങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ക്രോധത്തിന് വേണ്ടി ജനം പ്രാക്ടീസ് ചെയ്യുകയാണോ എന്ന് ആർക്കറിയാം. സ്തോത്രം. കല്യാണം കഴിയുമ്പോഴും പുകയടിക്കുമല്ലോ. കല്യാണം കഴിയുമ്പോഴും ഇപ്പം പുകയായി തുടങ്ങി. ഇപ്പൊ അല്ല, അതുപോലെ ന്യായവിധി ആയിരിക്കും. അതെ, ആകാനാണ് സാധ്യത. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു പുകയടിച്ച് കണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കല്യാണത്തിൽ ഞാൻ സംബന്ധിച്ചു. അതിൽ പെണ്ണും ചെറുക്കനും വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുകയടിച്ചു.
അപ്പം ആ നിലകളിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും പാശ്ചാത്യരായ പാസ്റ്റേഴ്സും വിശ്വാസികളും കൂടുന്ന സഭകളിലും സ്റ്റേജിലെങ്ങും ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ് പോലും ഇല്ലാതെ വെറും സാധാരണ നിലയിൽ ദൈവത്തെ ആരാധിക്കുന്ന സഭകളുണ്ട്, കർത്താവിന്റെ ദാസന്മാരുണ്ട്. സ്തോത്രം. ഈ കഴിഞ്ഞ ആഴ്ചയും എനിക്ക് അവിടെയുള്ള ഒരു സഹോദരൻ അവിടുത്തെ ഒരു പാസ്റ്ററിന്റെ സന്ദേശമൊക്കെ അയച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് 2-3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഇന്നാണെങ്കിൽ സ്റ്റേജുകളിലൊക്കെ പലതരത്തിലുള്ള ലൈറ്റും പല നിറത്തിലുള്ളതും ഒക്കെയാണ് കാണുന്നത്. അങ്ങനെയൊന്നുമുള്ള യാതൊരു ക്രമീകരണങ്ങളില്ലാതെ വെറും സാധാരണമായി കൂടി വരുന്ന സഭകൾ അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും ഉണ്ട്. സ്തോത്രം. ഈ വിശുദ്ധിയുടെ ഉപദേശമൊന്നും വെറും ബാഹ്യമായിട്ടുള്ളത് മാത്രമല്ല, അത് കേരളത്തിലെ ചില ബന്ധക്കോസ്തുകാർ മാത്രം പറയുന്നതുമല്ല. ലോകത്തെവിടെയുമുള്ള സകല വിശുദ്ധന്മാർക്കും അന്ധക്കരണത്തിൽ ദൈവം ബോധ്യം കൊടുക്കുന്ന സംഗതികളാണ് ദൈവിക വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷം, ഒരു ശേഷിപ്പ് അവിടെയിടങ്ങളിലായി ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആ മൈനോറിറ്റിയിൽ നമുക്കും പങ്കാളികളായി തീരാം. ഏതോ ഭക്തൻ പാടിയതുപോലെ, when the saints go marching on, when the saints go marching on, Lord, I want to be among the number when the saints go marching on. പരിശുദ്ധ സംഘത്തിൽ കർത്താവെ ഞാനും അന്ന് കാണപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, സ്തോത്രം, വലിയ വാഞ്ചയോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.